റിനി ആൻഡ് ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. റിനി നോക്കൂ, റിനിയാണ് ഈ വിഷയത്തിൽ ആദ്യമായി ഒരു പരസ്യ പ്രതികരണം നടത്താനുള്ള ധൈര്യം കാണിച്ചത്. ആ ധൈര്യമാണ് മറ്റു പെൺകുട്ടികൾ ഈ പരാതിയുമായി മുന്നോട്ട് വരാൻ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ പാർട്ടിയിൽ ഏറ്റവും കടുത്ത നടപടി രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടിരിക്കുകയാണ്. പാർട്ടിക്ക് പുറത്തായിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ റിനി ഇത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ നല്ല പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് റിനി പരസ്യമായി പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി എടുത്ത നടപടികളെ റിനി എങ്ങനെ നോക്കിക്കാണും? വളരെ സ്വാഗതാർഹമാണ്. ഇപ്പോഴാണെങ്കിലും ഒരു സ്ത്രീപക്ഷ നിലപാടിലേക്ക് എത്താൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു സ്ത്രീപക്ഷത്തോട് നിൽക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പഴയ കാര്യങ്ങൾ ഇനി പറഞ്ഞ് ഇത് ചെയ്യുന്നില്ല. എന്തായാലും അതിജീവിതകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി അല്ലെങ്കിൽ ഒരു തീരുമാനം പാർട്ടി പുറപ്പെടുവിച്ചതിൽ ഒരുപാട് സന്തോഷം. റിനി അന്ന് സംസാരിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോഴും റിനി സൂചിപ്പിച്ച ഒരു കാര്യം, ഇതിലൊടുങ്ങുന്നതല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നശിപ്പിച്ച അല്ലെങ്കിൽ ചൂഷണം ചെയ്ത സ്ത്രീകളുടെ എണ്ണം ഇതിൽ ഒതുങ്ങുന്നതല്ല എന്ന് സൂചന നൽകിയിരുന്നു. ഇനിയും പരാതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇനിയും കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ടോ? എന്റെ അറിവിൽ അതിജീവിതകൾ ഇനിയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ പരാതിയുമായി അവർ എത്രത്തോളം വരും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. അതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്, അവരെടുക്കുന്ന തീരുമാനമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിജീവിതകൾക്ക് ധൈര്യമായി മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യത ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട്. കാരണം അവർക്ക് നേരെ, അതിജീവിതകൾക്ക് നേരെ സൈബർ അറ്റാക്ക് ഉണ്ടാവില്ല എന്ന് നമുക്ക് ഇനി ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം. കാരണം അക്കാര്യത്തിലും നല്ലൊരു നടപടി ഇവിടെ പോലീസും കോടതിയും എല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള സൈബർ അറ്റാക്കിനെ ഒന്നും ഭയക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് ഓരോരുത്തരും അവർ നേരിടുന്ന പ്രശ്നത്തിന് കൃത്യമായ ഒരു നീതി കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിനുള്ളൊരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നല്ല പോലെ ഒരുങ്ങിയിട്ടുണ്ട്. ഇതിലൊരു സത്യമുണ്ട് എന്ന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അതിജീവിതകൾ എല്ലാവരും തന്നെ മുന്നോട്ട് വരണം. പിന്നെ അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എന്നാൽ പോലും എന്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം, പ്രത്യേകിച്ചും ശാരീരിക ബുദ്ധിമുട്ട്, അത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നേരിട്ടിരിക്കുന്ന സ്ത്രീകൾ തീർച്ചയായിട്ടും സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഈ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യണം എന്ന് തന്നെയാണ്. റിനി, ഇതിൽ ഏറ്റവും ആത്യന്തികമായി ഇപ്പോൾ നീതിയുടെ തുടക്കം എന്ന് റിനി സൂചിപ്പിക്കുമ്പോൾ തന്നെ ഇത് നിയമ സംവിധാനത്തിലൂടെ ഈ കുറ്റം തെളിയുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാലാണ് ആത്യന്തികമായി നീതി ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുക. ഇവിടെ ഇപ്പോൾ കീഴടങ്ങാനുള്ള ഒരു നീക്കം പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ കോടതി വിധി എതിരായപ്പോൾ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം സജീവമാക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നറിയുന്നു. MLA സ്ഥാനം രാജിവെക്കണമെന്ന് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് തയ്യാറാകുമോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ആത്യന്തിക നീതി എന്ന് പറയുമ്പോൾ ഇനി എന്തൊക്കെ നടക്കണം റിനി? ആത്യന്തിക നീതി എന്ന് പറയുന്നത് കാലത്തിന്റെ ഒരു ഇതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് ഇനിയും സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിലും ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ സത്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ നീതിയിലേക്ക് തന്നെ എത്തിച്ചേരും എന്നുള്ളതാണ്. പിന്നെ ഓരോ വ്യക്തികളും അവരുടെ ഒരു മാനസിക ഇതനുസരിച്ചായിരിക്കും ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പ്രതിയായിട്ട് നിൽക്കുന്ന വ്യക്തിക്ക് കൂടുതൽ മുന്നോട്ട് പോകുവാനും നിയമ സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള ഉള്ള സാഹചര്യങ്ങളും അതിന്റെ ഒരു നിയമം തന്നെയാണല്ലോ നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പം അത് അയാളുടെ ധാർമ്മിക ബോധത്തിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ്. പക്ഷെ എന്നാൽ പോലും അത് അയാളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. ആത്യന്തികമായി അതിജീവിതകൾക്ക് നീതി കിട്ടും എന്ന് തന്നെ ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ്. അന്ന് ഞാൻ ആദ്യമായി ഇത് പറയുമ്പോഴും അന്ന് ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, സത്യം ജയിക്കും, കാലം തെളിയിക്കുമെന്ന്. അത് ഞാൻ ഇപ്പോഴും ആവർത്തിച്ചു പറയാണ്, ഈ വിഷയത്തിലും കാലം തെളിയിക്കും. ഒരൊറ്റ കാര്യം കൂടെ റിനി ഇത് തുറന്നു പറയാൻ ഇടയാക്കിയ സാഹചര്യം, ഹൂ കേസ് എന്ന ഈ ചോദ്യങ്ങൾക്ക് മുന്നിലുള്ള അതിനെ പുച്ഛിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം വലിയ പ്രകോപനം ഉണ്ടാക്കുന്നതായിരുന്നു. പേര് പറയാതെ സൂചനകൾ നൽകുമ്പോൾ റിനി ഉപയോഗിച്ചതും ആ ചൊടിപ്പിക്കുന്ന, അപഹസിക്കുന്ന രീതിയിലുള്ള പ്രതികരണത്തിലെ വാക്കുകളായിരുന്നു. ഇനിയെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ള വ്യക്തികൾക്ക് സ്ത്രീകളെ ഈ രീതിയിൽ പീഡിപ്പിക്കുന്നത്, ബലാത്സംഗം ചെയ്യുന്നത് ഒരു അയോഗ്യതയാണ് എന്ന ബോധ്യം ഉണ്ടാക്കുമോ ഈ സംഭവം? ഹൂ കേസ് എന്നൊരു ചോദ്യം ചോദിക്കാൻ ഇനി ആളുകൾ മടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുമോ ഇത് സംഭവം?
അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു പർട്ടിക്കുലർ വ്യക്തിക്ക് നേരെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നേരെ നമ്മൾ നീട്ടുന്ന ഒരു ചോദ്യശരം മാത്രമല്ല. ഇത്തരത്തിലുള്ള വ്യക്തികൾ അധികാര സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അവരുടെ ജനങ്ങൾ അവരെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന അധികാര സ്ഥാനങ്ങളെ അവർ ദുരുപയോഗം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെക്കുറിച്ച് ജനങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഹൂ കെയേഴ്സ് എന്ന മനോഭാവം പലർക്കുമുണ്ട്. അപ്പോൾ ഇനി ഒരാളും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഒരു വ്യക്തിയും ഒരു രാഷ്ട്രീയ നേതാവും ഇത്തരത്തിൽ പ്രവർത്തിക്കരുത് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അങ്ങനെ പ്രവർത്തിച്ചാൽ ഏത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയും താഴേക്ക് പതിക്കും എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമാണിത്. അതുകൊണ്ട് തന്നെ യുവ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും തന്നെയും അവർ ധാർമ്മിക ബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ ഈ ഒരു കാര്യം ഇടയാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായും റിനി, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരാളികൾ പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തുമൊക്കെ ഇത് ആഘോഷിക്കുകയാണ്. പക്ഷേ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും റിനിയെ സംബന്ധിച്ച് അഭിമാനിക്കാനും സന്തോഷിക്കാനും കഴിയുന്ന ഒരു നിമിഷമാണ്. കാരണം തുറന്നു പറഞ്ഞു എന്നതിന്റെ പേരിൽ സമൂഹ മാധ്യമത്തിൽ അങ്ങേയറ്റം അധിക്ഷേപം നേരിടേണ്ടി വന്ന വ്യക്തിയാണ്. ഈ സൈബർ കൂട്ടങ്ങൾ, ഇവരുടെ തന്നെ സൈബർ കൂട്ടങ്ങൾ ആക്രമിച്ച വ്യക്തിയാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ നിൽക്കാൻ കഴിയുന്ന, അതൊക്കെ മറക്കാൻ കഴിയുന്ന ഒരു നിമിഷം കൂടിയാണ്. ഇനിയും ധൈര്യമായി മുന്നോട്ട് പോകട്ടെ. ഒരുപാട് പേർക്ക് കരുത്ത് പകരാൻ റിനിക്ക് കഴിയട്ടെ എന്ന് കരുതുന്നു. വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചത്. ഇപ്പോൾ നമുക്കൊപ്പം പ്രശാന്ത് ശിവൻ, BJP പ്രതിനിധി കൂടി ചേരുകയാണ്. ശ്രീ പ്രശാന്ത് ശിവൻ, രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയിരിക്കുന്നു. പക്ഷേ ഇതാ പാലക്കാട്ടുകാരുടെ MLA ആയി ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നു എന്നൊരു സാഹചര്യമുണ്ട്. ഈ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്താണ് BJPക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അല്ല, ഇതിനകത്ത് ഞങ്ങൾ തുടക്കം മുതൽ വളരെ വിശദമായി തന്നെ പറഞ്ഞതാണ്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകനായി തുടരുകയോ തുടരാതിരിക്കുകയോ ചെയ്യുന്നത് അത് കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന് അവർ പുറത്താക്കി എന്നതുകൊണ്ട് അദ്ദേഹം ഈ ചെയ്ത തെറ്റില്ലാതാവുന്നില്ല. ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നുണ്ട്, അദ്ദേഹം MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുവാനായിട്ട് പോലീസ് തയ്യാറാവണം. ഈ രണ്ട് വിഷയമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നത് വരെ BJPയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ ശക്തമായ രീതിയിൽ തുടരുക തന്നെ ചെയ്യും. പിന്നെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിനെതിരെ തുറന്നു പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് എത്ര തവണയാണ് സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടേണ്ടത് വരുന്നത്, എത്ര പേരാണ് ആക്രമിക്കപ്പെടേണ്ടതായിട്ട് വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം ഒരു കോൺഗ്രസിന്റെ പ്രവർത്തക പരസ്യമായി പ്രതികരിക്കുവാൻ തയ്യാറായി. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് ഷാഫി പറമ്പലിനോട് അവർ നേരിട്ട് പറഞ്ഞതാണ്, യൂത്ത് കോൺഗ്രസിനകത്തെ നിരവധി പെൺകുട്ടികൾക്ക് ഇദ്ദേഹത്തിൽ നിന്ന് മിസ്ബിഹേവ് ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം നിരവധി പെൺകുട്ടികളാണ് മിസ്ബിഹേവ് ചെയ്തിരിക്കുന്ന രാഹുൽ. അതിനെക്കുറിച്ച് പരാതി കോൺഗ്രസിന്റെ പ്രവർത്തക